നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും ഈ മണിക്കൂറിലെ 100 പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാലക്കാട്ടെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് ഈ മാസം 29-ന് സംസ്ഥാനത്തെത്തും. കേരളത്തിലെ രാഷ്ട്രീയ അക്രമങ്ങൾ ലജ്ജാകരമെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. കേരളത്തിലും ബംഗാളിലും BJP പ്രവർത്തകർ തുടർച്ചയായി കൊല്ലപ്പെടുകയാണെന്നും നദ്ദ പരാമർശം ജനങ്ങൾക്കെഴുതിയ തുറന്ന കത്തിൽ. സുബൈർ വധക്കേസിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന ADGP വിജയ് സാഖറെ. പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും പ്രതികൾ പോലീസിന്റെ നിരീക്ഷണത്തിലെന്നും ADGP. പ്രതികളെല്ലാവരും രാഷ്ട്രീയ ബന്ധമുള്ളവർ. RSS നേതാവ് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾ ഒളിവിലാണെന്നും പ്രതികൾക്കായി 5-അംഗ സംഘത്തെ നിയോഗിച്ചതായും ADGP. ജില്ലയിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ സർവകക്ഷി യോഗം ഇന്ന്. സർവകക്ഷി യോഗത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടി. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന മന്ത്രി 24-നോട്. എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനാകുമെന്നും മന്ത്രി. സർവകക്ഷി യോഗത്തിൽ സ്പീക്കർ MP രാജേഷ് പങ്കെടുക്കില്ല. സമാധാന ശ്രമങ്ങൾക്ക് പിന്തുണയെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുന്ന നടപടിയാകുന്നതിനാലാണ് തീരുമാനമെന്ന് വിശദീകരണം. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് CPIM-നെന്ന് രമേശ് ചെന്നിത്തല. 2 വർഗീയ ശക്തികളുടെയും കയ്യിൽ വാൾ കൊടുത്തിട്ട് ആക്രമിക്കാൻ പറയുകയാണെന്നും വിമർശനം. ആഭ്യന്തര വകുപ്പ് നിഷ്ക്രിയമാണെന്നും രമേശ് ചെന്നിത്തല. പാലക്കാട്ടെ ഇരട്ട കൊലപാതകങ്ങൾ നേതൃത്വത്തിന്റെ അറിവോടെയെന്ന് മന്ത്രി MV ഗോവിന്ദൻ. വർഗീയ ശക്തികളെ പരസ്പരം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പോലീസും സർക്കാരും വിചാരിച്ചാൽ ഇതൊന്നും അവസാനിക്കില്ലെന്നും MV ഗോവിന്ദൻ. ഇരട്ട കൊലപാതകങ്ങളിൽ പോലീസിനെ വിമർശിച്ച് VK ശ്രീകണ്ഠൻ MP. പോലീസും ഉദ്യോഗസ്ഥരും തീവ്രവാദ സംഘടനാ നേതാക്കളും തമ്മിൽ ബന്ധമുണ്ടെന്ന് MP. പാലക്കാട്ടെ RSS പ്രവർത്തകൻ SK ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ അക്രമി സംഘം ഉപയോഗിച്ച ബൈക്ക് 2 വർഷം മുൻപ് പണയം വെച്ചതെന്ന് ബൈക്ക് ഉടമ അനിത 24-നോട്. 7000 രൂപയ്ക്ക് റഷീദ് എന്നയാൾക്കാണ് ബൈക്ക് പണയം വെച്ചത്. കൊലപാതകികളുടെ കയ്യിൽ ബൈക്ക് എങ്ങനെ എത്തിയെന്ന് അറിയില്ലെന്നും അനിത. K സുധാകരനെതിരെ ആഞ്ഞടിച്ച് വീണ്ടും KV തോമസ്. K സുധാകരൻ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. തന്നെ പുറത്താക്കാനുള്ള നീക്കം പണ്ടേ തുടങ്ങിയതെന്നും KV തോമസ്. രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കില്ല. സമിതിയിലേക്കില്ലെന്ന് PJ കുര്യനും മുല്ലപ്പള്ളി രാമചന്ദ്രനും. പാർലമെന്ററി സമിതിയിൽ പങ്കെടുക്കുന്നതിനായി K മുരളീധരനും യോഗത്തിൽ എത്തില്ല. നേതാക്കൾക്കുള്ള സംഘടനാ ചുമതലകൾ തീരുമാനിക്കാൻ CPIM നേതൃയോഗങ്ങൾക്ക് തുടക്കമായി. പുത്തലത്ത് ദിനേശിനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ധാരണ. P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാകും. LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജനും AK ബാലനും പരിഗണനയിൽ. CPIM പാർട്ടി കോൺഗ്രസിനിടെ സീതാറാം യെച്ചൂരി ഉപയോഗിച്ച വാഹനം ക്രിമിനൽ കേസ് പ്രതിയുടേതെന്ന ആരോപണവുമായി BJP. നാദാപുരം മേഖലയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇരിങ്ങന്നൂർ സ്വദേശി ചുണ്ടയിൽ സിദ്ദിഖിന്റേതാണ് വാഹനം. SDPI CPIM ബന്ധത്തിന് തെളിവാണിതെന്നും BJP. വാഹനം സുഹൃത്തിനായി നൽകിയതെന്നും പാർട്ടി കോൺഗ്രസിന് ഉപയോഗിക്കാൻ നൽകിയതല്ലെന്നും സിദ്ദിഖ് 24-നോട്. ലഖിംപൂർ ഖേരി കർഷക കൂട്ടക്കൊലക്കേസിൽ ആശിഷ് മിശ്ര ടേനിക്ക് തിരിച്ചടി. ആശിഷ് മിശ്രയ്ക്ക് ജാമ്യം അനുവദിച്ച അലഹബാദ് ഹൈക്കോടതി നടപടി സുപ്രീംകോടതി റദ്ദാക്കി. നടപടി ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചിന്റേത്. ആശിഷ് മിശ്ര ഒരാഴ്ചയ്ക്കകം കീഴടങ്ങണമെന്ന് സുപ്രീംകോടതി. ജാമ്യ വിഷയത്തിൽ അലഹബാദ് ഹൈക്കോടതി പുതുതായി വാദം കേട്ട് തീരുമാനമെടുക്കണമെന്നും സുപ്രീംകോടതി. മംഗളൂരുവിൽ മത്സ്യ സംസ്കരണശാലയിൽ വിഷവാതകം ശ്വസിച്ച 5 തൊഴിലാളികൾ മരിച്ചു. അപകടം ബജ്പേയിലെ ഫാക്ടറിയിൽ. കമ്പനി മാനേജറും സൂപ്പർവൈസറും പോലീസ് കസ്റ്റഡിയിൽ. KSRTCയിൽ ശമ്പള വിതരണം നാളെയെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ശമ്പളം കൊടുക്കാൻ നാളെയോടെ കഴിയുമെന്നാണ് KSRTC മാനേജ്മെന്റ് അറിയിച്ചതെന്നും മന്ത്രി. ആവശ്യമായ തുക ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം കൊടുത്തു തീർക്കാനാണ് നിർദ്ദേശം നൽകിയത്. ശമ്പളം മുടങ്ങിയത് മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടല്ലെന്നും ഗതാഗത മന്ത്രി. KSEBയിൽ മാനേജ്മെന്റിനെതിരെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ അനിശ്ചിതകാല സമരം തുടരുന്നു. സംഘടനാ ഭാരവാഹികൾക്കെതിരെ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന പ്രതികാര നടപടി അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. KSEBയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ച നാളെയെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. നടിയെ ആക്രമിച്ച കേസിൽ കോടതി രേഖകൾ ചോർന്ന സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ADGPയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിചാരണ കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി.
തൃക്കാക്കരയിൽ അഭിമാന പോരാട്ടത്തിന് സിപിഐഎം നാളെ മുതൽ സിപിഐഎം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും. സിൽവർ ലൈനിന്റെ പശ്ചാത്തലത്തിൽ എൽഡിഎഫിന്റെ വികസന കാഴ്ചപ്പാടിനുള്ള പിന്തുണ തൃക്കാക്കരയിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. തൃക്കാക്കര സീറ്റിനെ ചൊല്ലിയുള്ള എൻഡിഎയിലെ ഭിന്നത മറനീക്കി പുറത്തേക്ക്. തൃക്കാക്കരയിൽ മത്സരിക്കാൻ ബിജെപി തീരുമാനം. തൃക്കാക്കര സീറ്റിന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചതിനിടെയാണ് സ്വന്തം നിലയ്ക്ക് മത്സരിക്കാനുള്ള ബിജെപി തീരുമാനം. വെള്ളിയാഴ്ച കൊച്ചിയിൽ എൻഡിഎ യോഗം ചേരും. രാജ്യത്തെ കോവിഡ് കേസുകളിൽ വർധന. പ്രതിദിന കോവിഡ് കേസുകൾ വീണ്ടും 2000-ന് മുകളിലെത്തി. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 2183 കോവിഡ് കേസുകളും 214 മരണവും. സംഘർഷത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്ത്. അഭിഭാഷകനായ അമൃത് പാൽ സിംഗ് ഹാൽസെയാണ് ചീഫ് ജസ്റ്റിസ് NV രമണയ്ക്ക് കത്തയച്ചത്. ജഹാംഗീർപുരി സംഘർഷം ഭരണഘടനയുടെ മുഖത്തേറ്റ മുറിവാണെന്നും പരാമർശം. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായത് 21 പേർ. വസ്തുതാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇടത് സംഘടനകൾ ഇന്ന് പുറത്തുവിടും. തൃശൂരിൽ UDF കൌൺസിലർമാർക്ക് നേരെ കാർ ഓടിച്ചു കയറ്റിയ സംഭവത്തിൽ മേയർ MK വർഗീസിനെതിരായ വധശ്രമ കേസ് റദ്ദാക്കും. മേയറുടെ ഡ്രൈവർ മനഃപൂർവ്വം കാർ ഓടിച്ചു കയറ്റിയതല്ലെന്ന് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പരാമർശം. വധശ്രമം നിലനിൽക്കില്ല എന്നും റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക്. മയോ ക്ലിനിക്കിൽ തുടർ ചികിത്സയ്ക്കായാണ് യാത്ര. ശനിയാഴ്ച അമേരിക്കയിലേക്ക് യാത്ര തിരിക്കും. ദേശീയ വാർത്തകൾ. പ്രശസ്ത ഒഡിയ സംഗീതജ്ഞൻ പ്രഫുല്ലാകർ അന്തരിച്ചു. പ്രായാധിക്യത്തെ തുടർന്നുള്ള അസുഖങ്ങൾക്ക് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 83 വയസ്സായിരുന്നു. അസമിൽ കൊടുങ്കാറ്റിലും കനത്ത മഴയിലും മരിച്ചവരുടെ എണ്ണം 20ആയി. 3011 വീടുകൾ പൂർണ്ണമായും തകർന്നു. കൊടുങ്കാറ്റ് 1 ലക്ഷത്തിലേറെ പേരെ ബാധിച്ചതായും റിപ്പോർട്ടുകൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സിൽ രേഖപ്പെടുത്തിയത് 1200 പോയിന്റിന്റെ കുറവ്. വിലക്കയറ്റ ഭീഷണി, റഷ്യയ്ക്ക് മേൽ വരാൻ പോകുന്ന കൂടുതൽ ഉപരോധങ്ങൾ എന്നിവ വിപണിക്ക് തിരിച്ചടിയായി. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ ബാരലിന് $113 മുകളിൽ വ്യാപാരം തുടരുന്നു. ഡോളറിനെതിരെ 24 പൈസ കുറഞ്ഞ് 76.43 എന്ന നിരക്കിലായി രൂപ. യമുനാ നദിയിലെ ഉയർന്നുവരുന്ന മലിനീകരണം ജലവിതരണത്തെ ബാധിക്കുന്നുവെന്ന് ഡൽഹി ജലം ബോർഡ്. ജലവിതരണം ഇടയ്ക്കിടെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് ജലബോർഡിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം യമുനയിൽ അമോണിയയുടെ അളവ് വർദ്ധിച്ചിരുന്നു. പഞ്ചാബിലെ കർഷകരുടെ പെൺമക്കളുടെ വിദ്യാഭ്യാസത്തിന് തന്റെ ശമ്പളത്തിന്റെ ഒരു ഭാഗം സംഭാവന ചെയ്യുമെന്ന് സംഗ്രൂർ SSP. സീനിയർ പോലീസ് സൂപ്രണ്ട് മൻദീപ് സിദ്ധുവാണ് സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നത്. പഠ്താ പഞ്ചാബ് ക്യാമ്പയിനിന്റെ ഭാഗമായാണ് സംഭാവന. മഹാരാഷ്ട്രയിലെ അച്ചൽപൂരിൽ 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ. പതാക ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ച തർക്കം. സംഭവത്തിൽ 16 പേർ അറസ്റ്റിൽ. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ. അച്ചൽപൂർ, പരത്വാഡ നഗരങ്ങളിൽ നിരോധനാജ്ഞ. പഞ്ചാബിലെ രൂപ് നഗറിൽ ഗുഡ്സ് ട്രെയിനിന്റെ 16 വാഗണുകൾ പാളം തെറ്റി. റോപ്പർ തെർമൽ പ്ലാന്റിൽ നിന്ന് വരികയായിരുന്ന ട്രെയിനാണ് പാളം തെറ്റിയത്. ട്രാക്കിൽ കന്നുകാലിക്കൂട്ടം വന്നതിനെ തുടർന്ന് ബ്രേക്കിട്ടതാണ് അപകട കാരണം. സംഭവത്തെ തുടർന്ന് എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കി. ഉത്തർപ്രദേശിൽ ജീപ്പും ട്രക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 6 മരണം, 4 പേർക്ക് പരിക്ക്. അപകടമുണ്ടായത് അമേഠിയിലെ ഗൌരിഗഞ്ച് കോട്ട്വാലിയിൽ. വിവാഹ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അഴിമതി ആരോപിച്ച് ഡൽഹിയിൽ 4 മുനിസിപ്പൽ കൌൺസിലർമാരെ പിരിച്ചുവിട്ടു BJP. മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തനങ്ങൾക്കായത് നിരവധി ആളുകളിൽ നിന്ന് പണം ഈടാക്കിയിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. അമർലത സംഗ്വാൻ, സരോജ് സിംഗ്, അതുൽകുമാർ ഗുപ്ത, രാധാദേവി എന്നിവരെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആദേശ് ഗുപ്ത പിരിച്ചുവിട്ടത്. രാജ്യാന്തര വാർത്തകൾ. യുക്രൈനിലെ ലിവിവിലും ദിനിപ്രോയിലും തുടർ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നഗരത്തിൽ 5 മിസൈലുകൾ പതിച്ചെന്ന് ലിവിവ് മേയർ ആൻഡ്രിലി സാദോവിൽ. മരിയുപോളിൽ കീഴടങ്ങില്ലെന്ന് യുക്രൈൻ. ഖാർക്കീവിൽ റഷ്യ നടത്തിയ ഷെല്ലാക്രമണത്തിൽ വയോധികന്റെ അപ്പാർട്ട്മെന്റ് കത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി 71കാരൻ. ഖാർക്കീവിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യുക്രൈൻ പ്രതിസന്ധിയെ തുടർന്ന് ലോക ജനതയുടെ 5-1 പേർക്ക് പട്ടിണി അനുഭവിക്കേണ്ടി വരുമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഗോതമ്പിന്റെ ആഗോള ഉൽപാദനത്തിൽ 30% റഷ്യ, യുക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നും കണക്കുകൾ. റഷ്യ യുക്രൈൻ യുദ്ധം ധാന്യങ്ങളുടെ കയറ്റുമതിയെ ബാധിക്കുന്നുവെന്നും UN. കോവിഡ് നിയന്ത്രണങ്ങൾ കുറഞ്ഞ ശേഷമുള്ള ആദ്യ ഈസ്റ്റർ ആഘോഷിച്ച് ന്യൂയോർക്ക്.
വർണ്ണാഭമായ ന്യൂയോർക്ക് ഈസ്റ്റർ പരേഡിന് വേദിയായ മാൻഹാട്ടൻ വിവിധ നിറങ്ങളിലെ വസ്ത്രങ്ങൾ ധരിച്ച് പരേഡിൽ പങ്കെടുത്ത ജനങ്ങൾ. ഷാങ്ഹായിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷമുള്ള ആദ്യ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിച്ച് 3 പേർ മരിച്ചതായി ഷാങ്ഹായ് മുനിസിപ്പൽ അതോറിറ്റി. ആദ്യ സാമ്പത്തിക പാദത്തിൽ ചൈനീസ് സാമ്പത്തിക വളർച്ചയിൽ ഇടിവ് രേഖപ്പെടുത്തിയത് 4.8% GDP. ഉപഭോഗത്തിലും ഭവന നിർമ്മാണ മേഖലയിലും മാന്ദ്യമെന്നും റിപ്പോർട്ട്. ചിലിയിലെ ഏപ്രിൽ മാസത്തിലെ പൗർണമിയുടെ ദൃശ്യങ്ങൾ വൈറലാകുന്നു. ശ്രദ്ധേയമാകുന്നത് ഏപ്രിലിലെ പിങ്ക് മൂൺ പ്രതിഭാസത്തിന്റെ ദൃശ്യങ്ങൾ. ഏപ്രിലിൽ പ്രത്യക്ഷപ്പെട്ട വസന്തകാലത്ത് പൂക്കുന്ന പിങ്ക് ഫ്ലോക്സ് ചെടിയിൽ നിന്നാണ് പേര് വന്നത്. ആസിയാൻ ഉച്ചകോടി അടുത്ത മാസം വൈറ്റ് ഹൌസിൽ നടക്കും. അമേരിക്ക മുൻകൈയെടുത്താണ് യോഗം നടക്കുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകും. ഹോങ്കോങ്ങിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ. നടപടി ഹോങ്കോങ് ഏർപ്പെടുത്തിയ കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പ്രവേശിക്കുന്നതിന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. സ്പോർട്സ് ന്യൂസ്. IPLൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. മത്സരം രാത്രി 7:30 മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയത്തിൽ. FA കപ്പ് ഫൈനലിൽ ചെൽസിക്ക് ലിവർപൂൾ എതിരാളികൾ. രണ്ടാം സെമിയിൽ ക്രിസ്റ്റൽ പാലസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ചെൽസിയുടെ ഫൈനൽ പ്രവേശം. ഫൈനൽ അടുത്ത മാസം 14 വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച്. സ്പാനിഷ് ലാ ലിഗയിൽ റയൽ മാഡ്രിഡിന് തകർപ്പൻ ജയം. സെവിയയെ പരാജയപ്പെടുത്തിയത് 2-നെതിരെ 3 ഗോളുകൾക്ക്. റയൽ വിജയമുറപ്പാക്കിയത് ഇഞ്ചുറി ടൈമിലെ കരീം ബെൻസേമയുടെ ഗോളിലൂടെ. ഫ്രഞ്ച് ലീഗ് 1-ൽ ചിരവൈരികളായ മാഴ്സയെ തകർത്ത PSG. 1-നെതിരെ 2 ഗോളുകൾ നേടിയാണ് PSGയുടെ ജയം. സൂപ്പർ താരം നെയ്മറിനും എംബാപ്പയ്ക്കും ഗോളുകൾ. ജില്ലാ വാർത്തകൾ. പ്രഥമ കേരള സ്കൂൾ ഗെയിംസിന്റെ ആദ്യ നിർവാഹക സമിതി യോഗം ഇന്ന്. 2022 ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ഗെയിംസ് സംഘടിപ്പിക്കുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷൻ. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് യോഗം. ഹൃദ്രോഗിയായ വയോധികൻ കുത്തിവയ്പ്പിന് ശേഷം കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കിളിമാനൂർ വണ്ടന്നൂർ സ്വദേശി അനിരുദ്ധൻ. അധിക അളവിൽ മരുന്ന് കുത്തിവെച്ചതിനാലാണ് രോഗി മരിച്ചതെന്ന ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്തു. സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികൾ സമരത്തിനൊരുങ്ങുന്നു. സമരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചു. റമദാൻ റിലീഫ് വിതരണം ആരംഭിച്ചു. ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത് കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ. തോന്നക്കൽ കുമാരനാശാൻ സ്മാരകത്തിൽ മഹാകവി കുമാരനാശാന്റെ 149ാം ജയന്തി കവി പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്തു. മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറിന് വീണപൂവ് പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂർ സമ്മാനിച്ചു. തിരുമംഗലം കൊല്ലം ദേശീയപാതയിൽ അപകട ഭീഷണി ഉയർത്തുന്ന 100-ലധികം മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തം. ആവശ്യം കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിക്കുന്നത് പതിവായതോടെ. പരേതനായ P. രാമചന്ദ്രൻ നായരുടെ ജീവചരിത്ര ഗ്രന്ഥമായ രാര്യരത്തിന്റെ പ്രകാശന ചടങ്ങ് പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്നു. INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുസ്തകം രചയിതാവായ ഡോക്ടർ മീര R. നായർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. സർക്കാർ ആശുപത്രികളിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. അലയമൺ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട ജില്ലയിലെ പട്ടയ വിതരണ മേള ഈ മാസം 25-ന് നടക്കും. സംസ്ഥാന സർക്കാരിന്റെ 2ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായുള്ള പരിപാടി റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാർ നെൽകൃഷി മേഖലയ്ക്ക് അടിയന്തരമായി 1000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കേരള യൂത്ത് ഫ്രണ്ട്. മഴ മൂലം കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകാനും സർക്കാർ തയ്യാറാകണമെന്ന് യൂത്ത് ഫ്രണ്ട് ആവശ്യപ്പെട്ടു. പത്തനംതിട്ട ആവണീശ്വരം റെയിൽവേ പരിസരത്തെ അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റി. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് വാർഡംഗം അഡ്വക്കേറ്റ് B. ഷംനാഥിന്റെ നേതൃത്വത്തിൽ റെയിൽവേ അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടി. ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലയിൽ വിളിച്ച ഉദ്യോഗസ്ഥ യോഗം ഈ മാസം 25-ന് വേനൽമഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് യോഗം.
VS അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി PT മുരളീധരൻ അന്തരിച്ചു. ആലപ്പുഴ സ്വദേശിയാണ്. KR ഗൗരിയമ്മയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഭരണഘടനയിലൂടെ ഉറപ്പാക്കിയ സമത്വം, സാഹോദര്യം തുടങ്ങിയ ആശയങ്ങൾ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നതെന്ന് AICC സെക്രട്ടറി വിശ്വനാഥ പെരുമാൾ. ആലപ്പുഴ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഡോക്ടർ BR അംബേദ്കറുടെ 131ാം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AISF സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. ആലപ്പുഴയിൽ നടക്കുന്ന AISF സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് വിളംബര ജാഥ. കോട്ടയം പൊൻകുന്നത്ത് ഭർത്താവിന്റെ കുത്തേറ്റ് ചികിത്സയിലിരുന്ന സ്ത്രീ മരിച്ചു. സംശയത്തെ തുടർന്നാണ് ഭർത്താവ് ബിനോയ് ജോസഫ് ഭാര്യ സിനിയെ കുത്തിയത്. കോന്നി കാക്കരക്കുടിയിൽ അഷ്ടനാഗപൂജയും കളമെഴുത്തും പാട്ടും നടന്നു. ക്ഷേത്രം മേൽശാന്തി സുരേഷ് ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കി അർഹരായവർക്ക് പകരം പട്ടയം നൽകിയില്ലെന്ന് പരാതി. 45 ദിവസത്തിനകം പട്ടയം നൽകുമെന്ന് സർക്കാർ ഉത്തരവിറങ്ങി 3 മാസമായിട്ടും നടപടികൾ എങ്ങും എത്തിയില്ലെന്ന് പരാതി. രാജാക്കാട് NR സിറ്റി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടത്തി. മേൽശാന്തി M പുരുഷോത്തമൻ ശാന്തിയും സതീഷ് ശാന്തിയും മുഖ്യ കാർമ്മികത്വവും സുകുമാരൻ ശാന്തി സഹകാർമ്മികത്വവും വഹിച്ചു. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റി. മാലിന്യങ്ങൾ സംസ്കരിക്കാതെ പ്ലാന്റിൽ കെട്ടിക്കിടക്കും. ബ്രഹ്മപുരത്ത് മാലിന്യം നീക്കൽ 15% പൂർത്തിയാക്കിയെന്ന വാദം തെറ്റാണെന്ന് UDF. ബയോ മൈനിങ് 15% എന്ന നഗരസഭാ സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ പാറക്കടവ് പൂവത്തുശ്ശേരി പാടശേഖരങ്ങളിലെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. 2000 ഏക്കറിലധികം വരുന്ന നെൽകൃഷിയാണ് നശിച്ചത്. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ കൊലഞ്ചേരി സ്വദേശി PB എബിനെ അനുമോദിച്ചു. PV ശ്രീനിജൻ MLA വീട്ടിലെത്തിയാണ് എബിനെ അനുമോദിച്ചത്. സാക്ഷരതാ മിഷൻ ആരംഭിച്ച ചങ്ങാതി പദ്ധതിക്ക് എറണാകുളം കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ തുടക്കമായി. അതിഥി തൊഴിലാളികളെ 90 ദിവസത്തിനുള്ളിൽ മലയാളം പഠിപ്പിക്കുന്നതാണ് പദ്ധതി. വടക്കേക്കര പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയറിന്റെ കീഴിലുള്ള നിർധനരായ കിടപ്പ് രോഗികൾക്ക് സ്നേഹസമ്മാനം നൽകി. മാല്യങ്കര SNM കോളേജിലെ NS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്നേഹസമ്മാനം നൽകിയത്. ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലെ പൈതൃക ഉദ്യാനം വികസിപ്പിക്കുന്നതിന് നടപടിയാകുന്നു. പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ കൊട്ടാരം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ശിരുവാണി ജംഗ്ഷനിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. ഇന്ന് രാവിലെയാണ് അപകടം. 4 പേർക്ക് പരിക്ക്. എടപ്പാൾ വട്ടംകുളം പഞ്ചായത്തിലെ കരിമ്പനക്കുന്ന് കോളനി റോഡ് KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. റോഡ് നിർമ്മാണം നടത്തിയത് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 12 ലക്ഷം രൂപ വിനിയോഗിച്ചു. തിരൂരിലെ കോൾപ്പാടങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. കൂട്ടത്തോടെ എത്തുന്ന കാട്ടുപന്നികൾ നെൽപ്പാടങ്ങളിൽ ആക്രമണം നടത്തുകയും നാശനഷ്ടങ്ങൾ വരുത്തുന്നതും ചെയ്യുന്നതായി കർഷകർ. ജാഫർ കുറ്റിപ്പുറം സംവിധാനം ചെയ്ത മധുര നെല്ലിക്ക എന്ന ഹ്രസ്വചിത്രം പുരസ്കാര നിറവിൽ. അസോസിയേഷൻ ഓഫ് ഷോർട്ട് മൂവി മേക്കേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് സംഘടിപ്പിച്ച പ്രഥമ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലാണ് പുരസ്കാരം നേടിയത്. 34 ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഉപകരണങ്ങൾ വാങ്ങിയത് 3.5 ലക്ഷം രൂപ ചെലവഴിച്ചു. മലപ്പുറം പൊന്നാനിയിൽ MSF തജ്ദീർ നേതൃസംഗമവും ഇഫ്താർ മീറ്റും നടന്നു. MSF ദേശീയ സെക്രട്ടറി E ചെമീർ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിൽ അലയുന്ന കന്നുകാലിക്കൂട്ടങ്ങൾ വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ്, തിരൂർ റോഡ്, വടക്കേങ്ങാടി എന്നിവിടങ്ങളിലാണ് കന്നുകാലിക്കൂട്ടങ്ങൾ അലയുന്നത്. ലീഗൽ മെട്രോളജി വകുപ്പ് നടത്തുന്ന ജാഗ്രത, ക്ഷമത, ഉപഭോക്തൃ ബോധവൽക്കരണ പരിപാടിയുടെ 2ാം ഘട്ടം ആരംഭിക്കും. സർക്കാരിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി 100 ദിന കർമ്മ പരിപാടികളിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി. മലപ്പുറം ജില്ലയിലെ 1ാം ഘട്ട പട്ടയമേള ഈ മാസം 22-ന് പൊന്നാനിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച ഷൊർണൂരിലെ ഗൗരി ലക്ഷ്മിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് ചർക്ക അസറ്റ് ഓഫ് ദ നേഷൻ അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച ധനസഹായം കൈമാറിയത് 1,01,111 രൂപയുടെ ധനസഹായം. നന്നമ്പ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ഷാഫി പൂക്കയിലിനെ നിയമിച്ചു. നിലവിൽ കോൺഗ്രസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി ലീവിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് പുതിയ അധ്യക്ഷനെ നിയമിച്ചത്.
സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ പ്രധാന വേദിയായ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയവും പരിസരവും ശുചീകരിച്ചു. മഞ്ചേരി മുനിസിപ്പാലിറ്റിയും ഹരിത കർമ്മസേനയും സംയുക്തമായാണ് ശുചീകരണം നടത്തിയത്. നല്ലളം ജയന്തി റോഡ് സ്നേഹവീഥി സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജയന്തി റോഡ് പരിസരത്ത് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ക്ലബ് ഭാരവാഹികൾ നേതൃത്വം നൽകി. താമരശ്ശേരി ചുരത്തിൽ പാറക്കല്ല് വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ ദേശീയപാതാ വിഭാഗം ജീവനക്കാർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. അപകടമുണ്ടായ സാഹചര്യം പരിശോധിക്കും. കോഴിക്കോട് പുറമേരി ഗ്രാമപഞ്ചായത്തിൽ ഒഴുകാതിരിക്കാനാവില്ല എനിക്ക് എന്ന പരിപാടിക്ക് തുടക്കമായി. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി. വയനാട് പിണങ്ങോട് പടിഞ്ഞാറത്തറയിൽ യുവാവിനെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കമ്മാടംകുന്ന് കോളനിയിലെ മുരളിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരണി കല്ലഞ്ചിറ ചെക്ക് ഡാം റോഡ് തുറന്നു നൽകി. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ കാട്ടി ഉദ്ഘാടനം ചെയ്തു. വേനൽ മഴയിൽ വയനാട് മാനന്തവാടിയിൽ കനത്ത നാശനഷ്ടം. തവിഞ്ഞാൽ പഞ്ചായത്തിൽ താൽക്കാലികമായി പണിതിരുന്ന പാലങ്ങൾ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ തകർന്നു. അഴീക്കോട് മണ്ഡലത്തിലെ നദീജല സ്രോതസ്സുകളുടെ ശുചീകരണ പദ്ധതിക്ക് തുടക്കം. അഴീക്കോട് മുണ്ടോൻ വയൽ തോട് ശുചീകരണം ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കൂത്തുപറമ്പ് സംസ്ഥാന പാതയിലെ കാടാച്ചിറയിൽ മുറിച്ചിട്ട മരങ്ങൾ മാറ്റാത്തത് അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി. റോഡ് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് മരങ്ങൾ മുറിച്ചത്. സിനിമാ നാടക പ്രവർത്തകൻ വേണു മാങ്ങാടിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ നാടക പുരസ്കാരം സമ്മാനിച്ചു. പുരസ്കാരത്തിന് അർഹനായത് നാടകരചയിതാവ് രാജ്മോഹൻ. കാസർഗോഡ് വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി വേഗത്തിലാക്കി. ദേശീയപാതാ വികസനത്തിനായാണ് വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നത്. കാസർഗോഡ് ഇരിയണ്ണിയിൽ കാട്ടാനശല്യം രൂക്ഷം. പ്രദേശത്ത് വ്യാപക കൃഷിനാശം. ആദിവാസി ക്ഷേമ സമിതി കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്റർടൈൻമെന്റ് ന്യൂസ്. വിവാദ ചിത്രം കശ്മീർ ഫയൽസിന് ശേഷം തന്റെ അടുത്ത ചിത്രം പ്രഖ്യാപിച്ച സംവിധായകൻ വിവേക് അഗ്നിഹോത്രി ദ ഡൽഹി ഫയൽസ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. ഫാക്ട് ചെക്ക്. രാമനവമി ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുവെന്ന പേരിൽ വ്യാജ പ്രചാരണം. സത്യാവസ്ഥ പരിശോധിക്കാം. രാമനവമി ദിനത്തിൽ രാജ്യത്ത് ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായിരുന്നു. ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞ സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന പേരിലാണ് ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞവർക്ക് യാത്രയയപ്പ് എന്ന പരിഹാസത്തോടെയാണ് പലരും പോസ്റ്റ് പങ്കുവച്ചത്. എന്നാൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾക്ക് രാമനവമിയോടനുബന്ധിച്ച് നടന്ന സംഘർഷങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. 2020 ഏപ്രിലിൽ മൊറാദാബാദിൽ കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ ബന്ധുക്കളെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണമുണ്ടായിരുന്നു. ഈ സംഭവത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന 2 വർഷം മുമ്പുള്ള ദൃശ്യമാണ് ഇപ്പോൾ വ്യാജ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത്. ലേറ്റസ്റ്റ് ന്യൂസ്. വെള്ളനാട് പഞ്ചായത്തിൽ ബിജെപിയുടെ പ്രതിഷേധം. കേന്ദ്ര ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഇരുമ്പാനിധി, ജില്ലാ വൈസ് പ്രസിഡന്റ് അജി പൂവച്ചൽ, ആനാഗോഡ് സന്തോഷ് എന്നിവർ അറസ്റ്റ്. പുതുതായി 17 ക്യാബിനറ്റ് മന്ത്രിമാരെ നിയോഗിച്ച ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രജപക്സെ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് നിയമനം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയും ആഭ്യന്തരമന്ത്രി ദിലീപ് വാൽസെ പാട്ടീലും ഇന്ന് യോഗം ചേരും. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും പൊതുസ്ഥലങ്ങളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. കുപ്പിയുടെ അടപ്പ് തൊണ്ടയിൽ കുരുങ്ങി 3 വയസ്സുകാരി മരിച്ചു. കോഴിക്കോട് മുക്കം നഗരസഭയിലെ ബിജു ആര്യ ദമ്പതികളുടെ മകൾ വേദികയാണ് മരിച്ചത്. മഹാരാഷ്ട്രയിൽ സോഷ്യൽ മീഡിയ ലാബ് സജീവമാക്കി പോലീസ്. വർഗീയ സംഘർഷം സൃഷ്ടിക്കുന്ന പോസ്റ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നടപടി. ഹണ്ട് ന്യൂസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.